സർവം മായ എന്ന സിനിമയിലെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. സാദിയ ബണ്ണും ചാറും കഴിക്കുന്നില്ലേ? സിനിമ കണ്ടിട്ടില്ലാത്തവർ ഈ സിനിമ കണ്ടതിനു ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ ഡെലൂലു എന്ന റിയ ഷിബുവിന്റെ കഥാപാത്രത്തിന്റെ യഥാർത്ഥ പേര് മായ മാത്യു മാഞ്ഞൂരാൻ എന്നാണ്. സർവം മായ എന്ന ടൈറ്റിലിൽ തന്നെ ഡെലൂലുവിന്റെ യഥാർത്ഥ പേര് കൊടുത്തിട്ടുണ്ട്. ഡെലൂലു എന്നാൽ ഡെലൂഷൻ ആണെന്ന് സിനിമയിൽ പറയുന്നുണ്ട്. റിയ ഷിബുവിന്റെ ഈ സിനിമയിലെ രണ്ട് പേരുകൾക്കും, അതായത് ഡെലൂലു എന്ന പേരിനും മായ എന്ന പേരിനും ഒരേ അർത്ഥം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ടൈറ്റിലായ സർവം മായ ഈ സിനിമയ്ക്ക് വളരെ യോജിച്ച ഒരു പേര് തന്നെയാണ്. സർവം മായ എന്ന ടൈറ്റിൽ എഴുതി കാണിക്കുമ്പോൾ ഈ ഷോട്ടിൽ മായ എന്ന വേർഡിന് പിറകിലായി വെള്ളപ്രാവുകൾ പറന്നു വരുന്നതായി കാണാം. വെള്ളപ്രാവുകൾ സമാധാനം, സ്നേഹം, പരിശുദ്ധി എന്നിവയുടെ പ്രതീകങ്ങളാണ്. ബൈബിളിൽ വെള്ളപ്രാവുകളെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങളായാണ് കണക്കാക്കുന്നത്. സിനിമയിലെ ഡെലൂലു ഒരു ക്രിസ്ത്യൻ ആണെന്നും മായ മാത്യു എന്നാണ് പേരെന്നും അവസാനം പറയുന്നുണ്ട്. മാത്രമല്ല വളരെ സ്നേഹമുള്ള ഒരു ആത്മാവായാണ് ഡെലൂലുവിനെ കാണിച്ചിട്ടുള്ളത്. ഡെലൂലു എന്ന വാക്ക് പോപ്പുലർ ആയത് മോസസ് വോങ് എന്ന മലേഷ്യൻ ടിക്ടോക്കറിലൂടെയാണ്. 2023 മോസസ് ഡെലൂലു ഇസ് ദ സൊലൂലു എന്ന ക്യാപ്ഷനിൽ ഒരു ടിക്ടോക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും വൈറലാവുകയും ഡെലൂലു എന്ന വേർഡ് കൂടുതലായി സോഷ്യൽ മീഡിയയിൽ പ്രചാരം നേടുകയും ചെയ്തു. സ്റ്റേയിങ് ഡെലൂഷണൽ ഈസ് ദ സൊല്യൂഷൻ എന്നാണ് ഡെലൂലു ഇസ് ദ സൊല്യൂലു കൊണ്ട് അർത്ഥമാക്കുന്നത്. സെലിബ്രിറ്റികളെ കുറിച്ച് യാഥാർത്ഥ്യബോധമില്ലാത്ത പ്രതീക്ഷകളുള്ള ആരാധകരെ 2014 കൊറിയൻ പോപ്പ് ഫാൻസ് കമ്മ്യൂണിറ്റികൾ ഡെലൂലു എന്ന് വിളിച്ചു തുടങ്ങിയിരുന്നു. ആ ടൈമിലാണ് ഡെലൂലു എന്ന വാക്ക് ആദ്യമായി യൂസ് ചെയ്ത് തുടങ്ങിയെങ്കിലും മോസസിന്റെ ടിക്ടോക്ക് വീഡിയോയിലൂടെയാണ് ഡെലൂലു എന്ന വാക്കിന് ഡെലൂഷൻ എന്നൊരു മീനിങ് കിട്ടുന്നതും ആ വേർഡ് ഇത്രയും പോപ്പുലർ ആയതും. യാഥാർത്ഥ്യബോധമില്ലാതെ പോലും സ്വയം വിശ്വസിക്കുന്നത് നല്ല റിസൾട്ടിന് കാരണമാകും എന്നാണ് ഡെലൂലു ഇസ് ദ സൊല്യൂലു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഗാനമേള ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ് ആണ് പ്രബേന്ദു എന്ന നിവിൻ പോളിയുടെ കഥാപാത്രം. സിനിമയുടെ തുടക്കത്തിൽ ആ ഗാനമേള ട്രൂപ്പിന്റെ പ്രോഗ്രാമും അതിലെ അംഗങ്ങളെയും കാണിക്കുന്നുണ്ട്. കൊച്ചിൻ കലാമേള എന്നാണ് ആ ട്രൂപ്പിന്റെ പേര്. കുമ്പളങ്ങി കാർഷിക സഹകരണ ബാങ്കിന്റെ 36ാം വാർഷികം പ്രമാണിച്ചാണ് ആ പ്രോഗ്രാം നടന്നത്. 2025 ഡിസംബർ 8-നാണ് ആ പ്രോഗ്രാം എന്ന് ഈ ഫ്ലെക്സിലൂടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം പ്രോഗ്രാം കഴിഞ്ഞു മടങ്ങുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഈ സീനിൽ പ്രബേന്ദു തന്റെ വാട്സ്ആപ്പ് എടുത്ത് അച്ഛന്റെ സപ്തതിയുടെ പോസ്റ്റർ നോക്കുന്നുണ്ട്. ദീപു ചേട്ടന്റെ വാട്സ്ആപ്പ് മെസ്സേജ് ആണ് എടുത്തു നോക്കുന്നത്. ആ ചാറ്റിൽ ഒക്ടോബർ 18-ന് അയച്ച വോയിസ് മെസ്സേജുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു റിപ്ലൈ പോലും പ്രബേന്ദു തിരിച്ചയച്ചിട്ടില്ല എന്ന് കാണാം. അതേപോലെ നവംബർ 21-ന് അച്ഛന്റെ സപ്തതിയുടെ കാര്യം പറഞ്ഞുകൊണ്ടുള്ള വോയിസ് 2 ആഴ്ച കഴിഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് കേൾക്കുന്നത്. പൂണൂലും ഉപേക്ഷിച്ച് വീട് വിട്ടിറങ്ങി ഏത്യസ്റ്റായി മാറിയ പ്രബേന്ദു വീട്ടിലേക്ക് പോയിട്ട് ഒരുപാട് നാളായി എന്ന് ഈ സിനിമയിൽ പറയുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയാൻ പ്രബേന്ദുവിന് താല്പര്യമില്ലായിരുന്നു എന്ന് ഈ വാട്സ്ആപ്പ് ചാറ്റിലൂടെ മനസ്സിലാക്കാം. കൊച്ചിൻ കലാമേള എന്ന ആ ട്രൂപ്പിന്റെ പേര് ഈ ഫ്ലെക്സിലും സ്റ്റേജിലും മാത്രമല്ല തിരിച്ചു പോകുന്ന വണ്ടിയുടെ പിറകിലായി കാണിച്ച് ആ കാര്യവും ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ സീനിൽ രഘുനാഥ് പലേരി അവതരിപ്പിച്ച പ്രബേന്ദുവിന്റെ അച്ഛൻ കഥാപാത്രമായ നീലകണ്ഠൻ നമ്പൂതിരി മിനിസ്റ്ററോട് പറയുന്നുണ്ട്, ഇതാണ് മൂത്ത ആള് തന്റെ കൂടെ ശബരിമലയിൽ ഉണ്ടായിരുന്നതാ എന്ന്. ശബരിമല മേൽശാന്തിയായിരുന്ന ആളാണ് നീലകണ്ഠൻ നമ്പൂതിരി. ഈ കാര്യം സപ്തതി ആഘോഷത്തിന്റെ ഫ്ലെക്സിൽ കൊടുത്തിരിക്കുന്നതായി കാണാം. കൺമുന്നിലുണ്ടായ അമ്മയുടെ മരണശേഷമാണ് പ്രബേന്ദുവിന് ദൈവവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടമായത്. അമ്മയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരാളാണ് പ്രബേന്ദു. ഈ സീനിൽ ഭിത്തിയിൽ അമ്മയുടെ തോളിലിരിക്കുന്ന കുട്ടിക്കാലത്തെ ഫോട്ടോ വെച്ചിരിക്കുന്നതായി കാണാം. അജു വർഗീസിന്റെ കഥാപാത്രമായ രൂപേഷിന് ആട്ടുകെട്ടിൽ പൊട്ടി വീണ് പരിക്കു പറ്റുന്നുണ്ട്. അതിനുശേഷം കഴുത്തിന് വയ്യാതെ കിടപ്പാവുന്നതായും കാണിക്കുന്നുണ്ട്. പിന്നീട് കുറെ സീനുകൾക്ക് ശേഷം ഈ സീനിൽ ബെഡ് റെസ്റ്റ് കഴിഞ്ഞ് എണീറ്റിരിക്കുന്ന സ്റ്റേജ് ആവുമ്പോൾ രൂപേഷ് കഴുത്തിൽ സെർവിയൽ കോളർ ഇട്ടിരിക്കുന്നതായി കാണാം. ഈ സെർവിയൽ കോളർ അപകടം പറ്റി ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് ബെഡിൽ കിടക്കുമ്പോൾ തന്നെ ടേബിളിൽ വെച്ചിരിക്കുന്നതായി കാണിച്ച് ആ കാര്യം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ഈ സീനിൽ ഓട്ടോറിക്ഷ കാണിക്കുമ്പോൾ ആ ഓട്ടോയുടെ പേര് ഹൃദയപൂർവ്വം എന്ന് കൊടുത്തിരിക്കുന്നതായി കാണാം. ഇത് ഈ സിനിമയുടെ സംവിധായകനായ അഖിൽ സത്യൻ എഴുതിയ ഹൃദയപൂർവ്വം എന്ന സിനിമയുടെ ഒരു റെഫറൻസ് ആണ്. ആ സെയിം ഫോണ്ട് ടൈറ്റിൽ തന്നെയാണ് ഈ ഓട്ടോയിൽ കൊടുത്തിരിക്കുന്നത്. ഈ സീനിൽ തന്റെ മുൻ വർക്കുകളായ പാച്ചുവും അത്ഭുത വിളക്കും, ഞാൻ പ്രകാശൻ, വരനെ ആവശ്യമുണ്ട് എന്നീ സിനിമകളുടെ പോസ്റ്റർ സ്റ്റുഡിയോയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതായി അഖിൽ സത്യൻ കാണിച്ചിട്ടുണ്ട്. അനുമോൻ എന്ന ഓട്ടോക്കാരൻ ഈ സീനിൽ ഹോമത്തിന് വേണ്ട വെള്ളിയുടെ രൂപം ഏത് ടൈപ്പ് വേണം എന്ന് ചോദിച്ചുകൊണ്ട് പ്രബേന്ദുവിന്റെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ തിരുമേനിയുടെ വാട്സ്ആപ്പ് ഡിപിയിലുള്ള ചൈനക്കാരൻ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രബേന്ദു ആ ഡിപി എടുത്ത് നോക്കുന്നുണ്ട്. ഡിപി എടുത്ത് നോക്കുന്നതിന് തൊട്ടു മുമ്പ് വാട്സ്ആപ്പിലെ ചാറ്റുകൾ കാണാൻ കഴിയും. അതിൽ അനുമോൻ പറഞ്ഞ പോലെ ഫോട്ടോ അയച്ചിരിക്കുന്നതായി കാണാം. തൊട്ടു താഴെ ദീപു ചേട്ടൻ ഷെയർ ചെയ്ത ഇൻസ്റ്റഗ്രാം റീൽസും കാണാം. അതിനു താഴെ സ്റ്റുഡിയോയിലെ ഫൈസലിന് ഫിലിം ഓഡീഷന്റെ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രബേന്ദു മെസ്സേജ് അയച്ചിരിക്കുന്നതായി കാണാം. ഈ സീനിന് മുമ്പുള്ള സീനിൽ ബോളിവുഡിൽ നിന്ന് വിരാജ് സാർ ഓഡീഷന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിവെക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഫൈസലിന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ രൂപേഷിന്റെയും ഗാനമേള ട്രൂപ്പ് മാനേജർ സജി പട്ടാമ്പിയുടെയും ചാറ്റുകൾ കാണാം. മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ മാത്രമാണ് പ്രബേന്ദു മെമ്പർ ആയിട്ടുള്ളത് എന്ന് കാണാം. ഫാമിലിയുമായി ബന്ധമില്ലാത്തതുപോലെ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ആ ഗ്രൂപ്പ് ഗാനമേള ട്രൂപ്പിന്റെ ഗ്രൂപ്പ് ആയിരിക്കും. വാട്സ്ആപ്പ് ഡിപി ചെക്ക് ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഒരു സെക്കൻഡ് പോലും ഇല്ലാത്ത ഈ ഷോട്ടിൽ ഇത്രയും ചെറിയ ഡീറ്റെയിൽസ് വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സിനിമയുടെ അവസാനം മായ മാത്യു എന്ന ഡെലൂലുവിന്റെ അമ്മ പ്രബേന്ദുവിനോട് ചോദിക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആളല്ലേ എന്ന്. അതിന് മറുപടിയായി അതെ എന്നാണ് പ്രബേന്ദു പറയുന്നത്. ഈ സീൻ കണ്ടതിന് ശേഷം പല പ്രേക്ഷകർക്കും ആ ലവർ നിവിൻ
നിവിൻ തന്നെയായിരുന്നു എന്നൊരു തോന്നൽ വന്നിരുന്നു. കാരണം മായ മരിക്കുന്നതിന് മുമ്പ് താൻ ഇഷ്ടപ്പെടുന്ന ആളുടെ കാര്യം ഈ സീനിൽ തന്റെ അച്ഛനായ വിനോദ് മാത്യു വഴി അമ്മയോട് പറയുന്നുണ്ട്. ആ സീനിൽ അമ്മ ഫോട്ടോ കാണിക്കാൻ പറയുമ്പോൾ മായ പറയുന്നുണ്ട് ആ പയ്യൻ ഒരു താടിക്കാരനാണ്, ഒരു ഹിന്ദുവാണ്, മാത്രമല്ല തന്നേക്കാൾ കുറച്ച് ഏജ് കൂടുതലുള്ള ഒരാളാണെന്ന്. വിനീതിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ബാംഗ്ലൂരിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയെന്ന്. ഈ മ്യൂച്വൽ ഫ്രണ്ട് എന്ന് തിയേറ്ററിൽ കേട്ട ചിലര് ഇത് ഫേസ്ബുക്ക് മ്യൂച്വൽ ഫ്രണ്ട് ആണെന്ന് തെറ്റിദ്ധരിക്കുകയും അവർ തമ്മിൽ ഇതുവരെ കണ്ടിട്ടേ ഇല്ല, ചാറ്റിലൂടെയാണ് ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ടാണ് പ്രഭേന്ദുവിന് ഡെലുലുവിനെ കണ്ടിട്ട് മനസ്സിലാവാത്തത് എന്നൊക്കെ തിയറി ഉണ്ടാക്കി. മാത്രമല്ല പ്രഭേന്ദുവും ഡെലുലുവിനേക്കാൾ ഏജുള്ള താടിയുള്ള ഒരു ഹിന്ദുവാണ്. എന്നാൽ ശരിക്കും പ്രഭേന്ദു അല്ല മായ മരിക്കുന്നതിന് മുമ്പ് മായ ഇഷ്ടപ്പെട്ടിരുന്ന ആ താടിക്കാരൻ. ഈ ഡയലോഗ് ശ്രദ്ധിച്ചാൽ താടി ഇഷ്ടമല്ലല്ലോ, പിന്നെ ഹിന്ദുവാണ്. മായ ഓൾറെഡി അയാളെ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നേരിൽ കണ്ടിട്ടുള്ള താൻ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ ഡെലുലു ഉറപ്പായും പ്രഭേന്ദുവിനെ തിരിച്ചറിയേണ്ടതാണ്. ചില ഓർമ്മകൾ മാത്രമാണ് ഡെലുലുവിന് പലപ്പോഴായി കിട്ടുന്നത്. എന്നിരുന്നാൽ പോലും പ്രഭേന്ദുവിന് ഡെലുലുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആ അജ്ഞാതനായ ലവർ പ്രഭേന്ദു അല്ല എന്ന് ഉറപ്പിക്കാം. ഈ കാര്യം ഡെലുലുവായി അഭിനയിച്ച റിയ ഷുബു തന്നെ ഇന്റർവ്യൂവിൽ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഡെലുലുവിന് ആക്ച്വലി മായക്ക് ആക്ച്വലി ശരിക്കും വേറൊരാളുണ്ടായിരുന്നു. വി സ്റ്റാർട്ട് ഫാളിങ് ഇൻ ലവ് ആൻഡ് അന്ന് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ആക്ച്വലി ആ കാർ സീൻ. എന്നാൽ ഈ സീനിൽ ആത്മാവായ ഡെലുലു പ്രഭേന്ദുവിനോട് തന്റെ ഇഷ്ടം തുറന്നു പറയുന്നുണ്ട്. അതുകൊണ്ടാണ് മോൾ ഇഷ്ടപ്പെട്ട ആളാണോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ അതെ എന്ന് പ്രഭേന്ദു മറുപടി പറയുന്നത്. അതുമാത്രമല്ല ഈ സീനിൽ ജനാർദ്ദനന്റെ കഥാപാത്രം പറയുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള ആളെ ഇതുവരെ അവളുടെ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല, ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടിയാലേ ഒരു ആത്മാവിന് ശാന്തിയും മോക്ഷവും ലഭിക്കൂ എന്ന്. അതുകൊണ്ട് കൂടിയാണ് അവൾ ഇഷ്ടപ്പെട്ടിരുന്ന ആൾ താനാണ് എന്ന് പ്രഭേന്ദു പറയുന്നത്. അതിനുശേഷം പുറത്തിറങ്ങിയ പ്രഭേന്ദു കാറിൽ കയറാൻ തുടങ്ങുമ്പോൾ കാറ്റ് വീശുന്നതായി കാണിച്ചിട്ടുണ്ട്. തന്റെ ടച്ചിലൂടെ താനിപ്പോൾ ഹാപ്പിയാണ് എന്ന് ഡെലുലു അറിയിക്കുന്നതാണ് ഈ ഷോട്ടിൽ കാണിച്ചത്. പിന്നെ ഒരു ഫാൻ തിയറി കേട്ടത് ഈ ഡെലുലു എന്നത് പ്രഭേന്ദുവിന്റെ ഒരു തോന്നൽ മാത്രമാണ് എന്നതാണ്. മായയുടെ മരണശേഷം അവൾ മരിച്ചു എന്ന റിയാലിറ്റി വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടും അമ്മ മരിച്ചതിന്റെ ഒരു ട്രോമ ഉള്ളതുകൊണ്ടും അയാളുടെ മനസ്സിൽ ഡെലുലു എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചെടുത്തു എന്നൊക്കെയാണ് ആ തിയറി പറയുന്നത്. എന്നാൽ ഇതൊരു ലോജിക് ഇല്ലാത്ത ഫാൻ തിയറിയാണ്. കാരണം ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ഒരു ഏത്തിസ്റ്റ് ആയിട്ട് ഓൾറെഡി നോർമൽ ലൈഫ് ജീവിക്കുന്ന ഒരാളാണ് പ്രഭേന്ദു. ഇങ്ങനെ ഒരു ലോജിക് ആയിരുന്നുവെങ്കിൽ മായ മരിച്ചതിന്റെ ആ സമയം മുതൽ തന്നെ ഡെലുലുവിനെ പ്രഭേന്ദു കാണേണ്ടതാണ്. മാത്രമല്ല മറ്റുള്ളവർക്ക് ഡെലുലുവിനെ കാണാൻ കഴിയുന്നില്ല എങ്കിലും അവൾ കാരണം മറ്റുള്ളവർക്കുണ്ടാവുന്ന ചില കാര്യങ്ങൾ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ശ്രീകുട്ടനെ സ്കൂട്ടറിൽ നിന്ന് വീഴ്ത്തുന്നതും മൊബൈൽ വഴി ഡ്രസ് ഓർഡർ ചെയ്യുന്നതും ഈ സീനിൽ മൊബൈൽ എടുത്ത് എറിയാൻ തുടങ്ങുന്നവനെ സ്റ്റക്കാക്കി നിർത്തുന്നതും തുടങ്ങി ഇങ്ങനെ കുറെ സീനുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഡെലുലു പ്രഭേന്ദുവിന്റെ ഒരു തോന്നലല്ല. ഈ സീനിൽ ഡെലുലു ഹഗ് ചെയ്യുമ്പോഴാണ് പ്രഭേന്ദു കണ്ണടയ്ക്കുന്നതും ആ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണുന്നതും. മായ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അവസാനമായി മമ്മിയോട് ഉടക്കിയാണ് സംസാരിക്കുന്നത്. അതറിഞ്ഞതുകൊണ്ടാണ് പ്രഭേന്ദു അമ്മയെ കാണാൻ പോകുന്നതും മായ അമ്മയെപ്പറ്റി എപ്പോഴും പറയാറുണ്ട് എന്ന് കള്ളം പറയുന്നതും. ഈ സീനിൽ ഡെലുലു പറയുന്നുണ്ട് പപ്പയുടെ പേര് വിനോദ് മാത്യു മാഞ്ഞൂരാൻ എന്നാണെന്നും അവർക്ക് കുട്ടിക്കാലത്ത് മാജിക് ഹിൽസ് എന്നൊരു പ്ലാന്റേഷൻ ഉണ്ടെന്നും. പിന്നീട് പാട്ടിനിടയ്ക്കുള്ള ഈ സീനിൽ പ്രഭേന്ദു വിനോദ് മാത്യു മാഞ്ഞൂരാന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ കവർ പിക്ചറിൽ മാജിക് ഹിൽസ് എന്ന കുട്ടിക്കാലത്തെ പ്ലാന്റേഷന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതായി കാണാം. ഡെലുലു ആദ്യം ഈ കുട്ടിയുടെ അടുത്ത് എത്താൻ കാരണം മരിക്കുന്നതിന് മുമ്പ് ആ പയ്യൻ ഹോസ്പിറ്റലിൽ അനിയന്റെ കൂടെ വന്നതുകൊണ്ടും അവനൊരു ഗിറ്റാറിസ്റ്റ് ആയതുകൊണ്ടുമാണ്. ഗിറ്റാറിസ്റ്റ് ആയതുകൊണ്ടാണ് പ്രഭേന്ദുവിന്റെ അടുത്തും എത്തിയത് എന്ന് സിനിമയിൽ പറയുന്നുണ്ട്. ആ കുട്ടിയിൽ നിന്ന് ബാധ ഒഴിപ്പിക്കാൻ വന്ന പ്രഭേന്ദുവിന്റെ ഒപ്പം ഡെലുലു വരാൻ കാരണം അതുമാത്രമല്ല നിവിനെ പോലെയുള്ള ഒരു താടിക്കാരനായിരുന്നു മായയുടെ ആ പഴയ ലവർ. പിന്നെ ഡെലുലു ഒരു ഐഫോൺ ഇഷ്ടമുള്ള ആളായതുകൊണ്ടുകൂടി നിവിന്റെ ഒപ്പം കൂടുകയായിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് ഈ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്.